ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹോം റെമഡിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രായഭേദമില്ലാതെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് പല്ലുവേദന. ഏറ്റവും വേദനയുള്ള ഒരു വേദനകളിലൊന്നാണ് പല്ലുവേദന. സാധാരണയായിട്ട് നമുക്ക് പല്ലുവേദന വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടും, ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ കാരണം പല്ല് ദ്രവിക്കുന്നത്, അതുപോലെ തന്നെ ബാക്ടീരിയൽ വൈറൽ അണുബാധകൾ, പല്ലിലെന്തെങ്കിലും പോട് വരിക, പല്ല് പൊട്ടുക, ഇത്തരം സാഹചര്യങ്ങളിലാണ്. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ആര്യവേപ്പില ഉണക്കി പൊടിച്ചതാണ്. ഏകദേശം 1 ടീസ്പൂണോളം അളവിൽ നമുക്ക് ആര്യവേപ്പില പൊടി എടുക്കാവുന്നതാണ്. ആര്യവേപ്പില നമ്മുടെ പല്ലിൻ്റെ മഞ്ഞ നിറം മാറാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ പല്ലുവേദനയും നീരും അകറ്റാനൊക്കെ നല്ലതാണ്. പല്ല് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട്, അതുപോലെ തന്നെ മോണരോഗങ്ങൾ തടയാനായിട്ട് ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ മോണയിൽ നിന്ന് രക്തം വരുന്ന അവസ്ഥ, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, നമ്മൾ ആര്യവേപ്പില എടുത്ത അളവിൽ തന്നെ 1 സ്പൂൺ ആണെങ്കിൽ അതേ അളവിൽ തന്നെ നമുക്ക് ഉപ്പ് എടുക്കാവുന്നതാണ്. കല്ലുപ്പാണ് നല്ലത്, കല്ലുപ്പ് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. നമുക്കറിയാം പല്ലുവേദന, അതുപോലെ തന്നെ തൊണ്ടവേദന, ഇതിനൊക്കെ നമ്മൾ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ട് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഉപ്പ് കൂടി നമ്മൾ ഈ ഒരു ആര്യവേപ്പില പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പല്ല് കേടുവന്ന് നശിച്ചു പോകാതിരിക്കാൻ ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ മോണരോഗങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മഞ്ഞളിൽ വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ മഞ്ഞ നിറമുള്ള പല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. പല്ലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും ഇത് നല്ലതാണ്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മളിനി ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അതേപോലെ തന്നെ ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ചെറിയൊരു ചോറ്റുപാത്രത്തിലോ കുഞ്ഞു ചോറ്റുപാത്രത്തിലോ വല്ലതോ അല്ലെങ്കിൽ ടിന്നിലോ വല്ലതും എടുത്തു വയ്ക്കുക. നമുക്ക് പല്ലുവേദന ഉണ്ടാകുന്ന അവസരത്തിൽ ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരല്പം എടുത്തതിന് ശേഷം അതൊന്ന് പേസ്റ്റ് ആവാനായിട്ട് പാകത്തിന് നമ്മൾ കടുകെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പല്ലുവേദന ഉള്ള ഭാഗത്ത് ആ പല്ലിൻ്റെ മുകളിൽ ഇത് തേച്ച് പിടിപ്പിക്കുക. ഇത് 15 മിനിറ്റ് നമ്മൾ അതേപോലെ വെയിറ്റ് ചെയ്യുക. മിണ്ടാതെ ഇരിക്കുക, സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കഴുകി കളയാവുന്നതാണ്. വളരെ മികച്ച ഫലം കിട്ടുന്ന ഒരു റെമഡിയാണിത് കേട്ടോ. അപ്പോൾ പല്ലുവേദന വരുമ്പോൾ ഉറപ്പായിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാറിക്കിട്ടും. പല്ലുവേദന വന്നവർക്കേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഈ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ പല്ലുവേദന ഇല്ലാത്ത അവസരത്തിലും ഇടയ്ക്കൊന്ന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പല്ല് അത്യാവശ്യം ഒന്ന് ക്ലീൻ ആവാനായിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. മറ്റ് വേദനയോ പ്രശ്നങ്ങളോ ഇല്ലാത്തവർക്കും, ഇപ്പം നീരൊക്കെ ഉള്ളവരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നീരുണ്ടെങ്കിൽ കല്ലുപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. ആ തിളച്ച വെള്ളം നമ്മൾ ചെറു ചൂടോടുകൂടി വായിൽ കൊള്ളുക. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ നീരും അതേപോലെ തന്നെ വേദനയും അസ്വസ്ഥതയും എല്ലാം അകറ്റാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടാനായിട്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു റെമഡിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.